വൈജ്ഞാനിക സാമൂഹിക ഇടപെടലുകളിൽ 2 പതിറ്റാണ്ടിലേറെ കാലം ശ്രദ്ധേയമായ കാൽവെപ്പുകൾ നടത്തുന്ന ഓമാനൂർ ഷുഹദ ഇസ്ലാമിക് കോംപ്ലക്സിന്റെ ആഭിമുഖ്യത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള ഷുഹദ ആണ്ട് നേർച്ച ഈ മാസം 22, 23, 24 തീയതികളിൽ ഷുഹദ നഗർ ഓമാനൂരിൽ നടക്കുകയാണ്. സയ്യിദന്മാരും പണ്ഡിതന്മാരും പൗരപ്രധാനികളും വിശ്വാസി ജനങ്ങളും സംഗമിക്കുന്ന ഷുഹദ ആണ്ട് നേർച്ചയ്ക്ക് വലിയ സ്വീകാര്യതയാണ് സമൂഹം നൽകി പോരുന്നത്. ഈ മാസം 22-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് തോഹ ഹുസൈൻ നൂറാനി അൽ ബുഖാരി പതാക ഉയർത്തുന്നതോടെ ഈ വർഷത്തെ ആണ്ട് നേർച്ചയ്ക്ക് ഔദ്യോഗികമായി തുടക്കമാകും. ആണ്ട് നേർച്ചയുടെ 2-ാം ദിവസം 23-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ഖതമുൽ ഖുർആൻ, 7 മണിക്ക് മൗലിദുൽ ഷുഹദ എന്നിവയ്ക്ക് ശേഷം 7:30 ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും. MA ബീരാൻകുട്ടി ഫൈസി അധ്യക്ഷനാകുന്ന പ്രോഗ്രാമിൽ സയ്യിദ് അഹമ്മദ് കബീർ മദനി അൽ ബുഖാരി ഉദ്ഘാടന പ്രഭാഷണം നടത്തും. തുടർന്ന് മുസ്തഫ സഖാഫി കാരയിൽ മുഖ്യ പ്രഭാഷണം നടത്തും. ആണ്ട് നേർച്ചയുടെ 3-ാം ദിവസം 24-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് ഷുഹദ മക്കാം സിയാറത്ത് കൊണ്ടോട്ടിയിൽ വെച്ച് നടക്കും. സയ്യിദ് ഷിഹാബുദ്ദീൻ ഹൈദറൂസി അൽ അഹ്സനി കല്ലറക്കൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. വൈകിട്ട് 7 മണിക്ക് ഷുഹദ നഗർ ഓമാനൂരിൽ നടക്കുന്ന സമാപന സംഗമം കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് തോഹ ഹുസൈൻ നൂറാനി അൽ ബുഖാരി അധ്യക്ഷത വഹിക്കും. വടശ്ശേരി ഹസൻ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തും. അസ്മാഉൽ ബദർ പ്രാർത്ഥനാ മജ്ലിസിനെ സയ്യിദ് ഷിഹാബുദ്ദീൻ അഹ്ദൽ മുത്തന്നൂർ നേതൃത്വം നൽകും. അന്നദാനത്തോടെ ആണ്ട് നേർച്ചയ്ക്ക് സമാപനമാകും. എടവണ്ണപ്പാറ പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സയ്യിദ് തോഹ ഹുസൈൻ നൂറാനി, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഹസൻകുട്ടി മുസ്ലിയാർ, ഓമാനൂർ ഷുഹദ കോംപ്ലക്സ് ജനറൽ സെക്രട്ടറി മൊയ്തീൻകുട്ടി സഖാഫി, ഓമാനൂർ ഷുഹദ കോംപ്ലക്സ് വൈസ് പ്രസിഡന്റ് അബ്ബാസ് ഹാജി, പ്രോഗ്രാം കമ്മിറ്റി ജോയിന്റ് കൺവീനർ സലാം സഖാഫി തുടങ്ങിയവർ പങ്കെടുത്തു. ഓമാനൂർ ഷുഹദ ഇസ്ലാമിക് കോംപ്ലക്സിന് കീഴിൽ എല്ലാ വർഷവും അതിവിപുലമായി നടത്താറുള്ള ഓമാനൂർ ഷുഹദ ആണ്ട് നേർച്ച 2026 മെയ് 23, 24 തീയതികളിൽ വളരെ പ്രൗഢമായി നടക്കുകയാണ്. വൈജ്ഞാനിക, ജീവകാരുണ്യ, ആത്മീയ, സേവന, രാഷ്ട്രനിർമ്മാണ പ്രവർത്തനങ്ങളിൽ സജീവമായി 2.5 പതിറ്റാണ്ട് സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ നടത്തി കേരളത്തിലും കേരളത്തിന് പുറത്തും വ്യത്യസ്തങ്ങളായ പദ്ധതികളുമായി വളരെ ഭംഗിയായി മുന്നോട്ടു പോകുന്ന സംരംഭമാണ് ഓമാനൂർ ഷുഹദ ഇസ്ലാമിക് കോംപ്ലക്സ് എന്നുള്ളത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പതാക ഉയർത്തലോടുകൂടെ ആരംഭിക്കുന്ന പരിപാടി ശനിയാഴ്ച 23-ാം തീയതി വൈകുന്നേരം ഖത്തം ദുആ മൗലിദ് ജൽസ ഉദ്ഘാടന സമ്മേളനത്തോടുകൂടെ ആരംഭിക്കുകയാണ്. ഉദ്ഘാടന സമ്മേളനത്തിന് കേരള മുസ്ലിം ജമാഅത്ത് എടവണ്ണപ്പാറ സോൺ പ്രസിഡന്റ് സയ്യിദ് അഹമ്മദ് കബീർ അൽ ബുഖാരി ഉദ്ഘാടനവും ഖാരി മുസ്തഫ സഖാഫി മുഖ്യപ്രഭാഷണവും നടത്തുന്നു. സമാപന ദിവസമായ 24 ഞായറാഴ്ച വൈകുന്നേരം ഓമാനൂർ ഷുഹദാക്കളുടെ സിയാറത്തും അതിനുശേഷം സമാപന സമ്മേളനവും നടക്കുകയാണ്. കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോടിൻ്റെ ഉദ്ഘാടനവും അതിനുശേഷം പ്രഗത്ഭ വാഗ്മി വടശ്ശേരി ഹസൻ മുസ്ലിയാരുടെ മുഖ്യപ്രഭാഷണവും അതിനുശേഷം എല്ലാ മാസവും നടന്നു വരാറുള്ള അസ്മാഉൽ ബദറിൻ്റെ വാർഷിക സമ്മേളനവും നടക്കുകയാണ്. കേരളക്കരയിലെ ആത്മീയ നേതൃത്വം ബഹുമാന്യരായ സയ്യിദ് ഷിഹാബുദ്ദീൻ അഹ്ദൽ മുത്തന്നൂർ തങ്ങളുടെ നേതൃത്വത്തിൽ അസ്മാഉൽ ബദറും അതുപോലെ തന്നെ പ്രാർത്ഥന സംഗമവും നടക്കുകയാണ്. ഈ പ്രൗഢമായ സംഗമം 3 ദിവസങ്ങളിലായിട്ട് നടക്കുന്നു. ഓമാനൂർ ഷുഹദാക്കൾ 319 വർഷങ്ങൾക്ക് മുമ്പാണ് അധർമ്മത്തിനും അനീതിക്കും എതിരെ സമരം ചെയ്തു വീരമൃത്യു മരിച്ചത്. ഓമാനൂരിലും പരിസര പ്രദേശങ്ങളിലും സമാധാനത്തിൽ ജീവിച്ചിരുന്ന ജനങ്ങളെ പ്രകോപനപരമായ പ്രശ്നങ്ങളുണ്ടാക്കി ഇല്ലാത്ത കെട്ടുകഥകൾ ചുമത്തി അവരുടെ വീടും അവരുടെ കൃഷിയും അവരുടെ എല്ലാം നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ
അവർക്കെതിരെ നിർവാഹമില്ലാതെ ഗത്യന്തരമില്ലാതെ സമരത്തിനിറങ്ങി പടപൊരുതി രക്തസാക്ഷികളായവരാണ് അവരെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ നേർച്ചയ്ക്ക് എല്ലാ നാട്ടിലും വളരെയേറെ പ്രാധാന്യമുണ്ട്. നേർച്ച ചെയ്യുന്നത് വലിയ ഫലം നാട്ടിൽ കണ്ടുവരുന്നു. അതുകൊണ്ടാണ് സർവ്വ നാടുകളിലും അവർ നേർച്ച ഇന്നും വിപുലമായി നടക്കുന്നത്. മഹത്തായ ഓമാനൂർ ഷുഹദാ ഇസ്ലാമിക് കോംപ്ലക്സിൻ്റെ കീഴിൽ നടക്കുന്ന ഈ പരിപാടി കേരളത്തിൽ ഇത്തരമൊരു പരിപാടി നടക്കാറില്ല. എല്ലാ സ്ഥലങ്ങളിലും ഭക്ഷണ വിതരണവും മൗലിദുമൊക്കെ നടക്കാറുണ്ടെങ്കിലും ആത്മീയ സദസ്സുകളോടൊപ്പമുള്ള പരിപാടികൾ അത് ഈ ഷുഹദാ കോംപ്ലക്സിൻ്റെ കീഴിലാണ് നടക്കുന്നത്. അതിലേക്ക് എല്ലാവരുടെയും സഹകരണം തേടുകയാണ്, ആവശ്യപ്പെടുകയാണ്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.